എക്സ്പെർട്ട്. പൂപ്പാലപ്പം ഉണ്ടാക്കത്തില്ലേ? പൂപ്പാലപ്പം ഉണ്ടാക്കണോ? ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ടില്ല, ട്രൈ ചെയ്യാം. നല്ലതോ? ഇവിടുക്കല്ല. എങ്ങനെയുണ്ട് ചേച്ചി? കൂടുതലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും ഇച്ചായനോടാണെങ്കിൽ തിരുവനന്തപുരം പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ചേച്ചിയുടെ അവിടോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. ജടായുപ്പാറയത് ചടയമംഗലം. അതുകൊണ്ട് കണ്ടോ ഒരു ജടായു ചുരുട് ചെല്ലുമ്പോൾ കാണാം. ഇതാണ്ട് കണ്ടോ, എൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നോക്കാം. ഫ്രണ്ടിൽ കണ്ടോ? കണ്ടോ അമ്പലം? ഇതിന്റെ ടൂറിസ്റ്റ് വരുന്നതാ. അങ്ങനെ ചേച്ചിയുടെ അടുത്ത് വന്നു. ചേച്ചി ഇവിടെ ചിക്കൻ സ്റ്റൂ വെക്കുമോ? ചിക്കൻ സ്റ്റൂ അപ്പോ അല്ലേ ചേച്ചി? പാല് ഒഴിച്ചു, മാവ് റെഡിയാക്കി. ചൂടായി പാലപ്പം റെഡിയാണ്. പൂപ്പാലപ്പം ഉണ്ടാക്കത്തില്ലേ? പൂപ്പാലപ്പം ഉണ്ടാക്കണോ? ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ടില്ല, ട്രൈ ചെയ്യാം. തുറന്നിരിക്കട്ടെ. രണ്ടാം പാല് സെറ്റാവണ. ലാസ്റ്റ് ക്രഷ്ഡ് പെപ്പർ അല്ലേ ചേച്ചി? കുരുമുളക് പൊടി, ഗരം മസാല നമ്മൾ ചേർത്തു. ഒന്നാം പാല് ഒഴിച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്യണം. കുറച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റൂ റെഡി. എക്സ്പെർട്ട്. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുവാണ്. അനിയന് വിരുന്ന് കൊടുക്കുവല്ലേ? അനിയനും അനിയത്തിക്ക്. ഇഷ്ടമുള്ള പോലെ എല്ലുള്ള പീസ് ചിക്കനാണ് കറി വെച്ചത്. ഭാര്യ വിളമ്പി തരട്ടെ. ഒരു കഷ്ണം ചേച്ചിയുടെ ആഗ്രഹമല്ലേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചക്കലത്തേക്ക് വേണ്ടി അടുത്ത കൂട്ടാൻ ഉണ്ടാക്കാൻ പോവാണ്. ബീന സ്പെഷ്യൽ ചിക്കൻ കറി. ഇതിൻ്റെ അകത്ത് നമ്മൾ ബീഫ് വെക്കാൻ പോവാം. ഇവിടെ കൂട്ടാനൊക്കെ എല്ലാം റെഡിയാക്കി. മോര്, കൂർക്ക മെഴുക്കുവരട്ടി, ചിക്കൻ കറി,
ബീട്രൂട്ട് തോരൻ. ഇനി നമുക്ക് ഷോപ്പിലോട്ട് പോകണം, അവിടുത്തെ കുറച്ച് കാഴ്ചകളോടൊക്കെ കാണാം. നല്ലതോ? എങ്ങനെയുണ്ട് ചേച്ചി? എനിക്ക് ഷേക്ക് മേടിച്ചു തന്നു, ഷാർജ ഷേക്ക്. ഞാൻ പള്ളിയിൽ പോയിട്ടൊക്കെ ചേച്ചി കുടിച്ചിട്ട് അങ്ങോട്ട് പോകാം, ഞാൻ നടന്നു വരാം. നമ്മളങ്ങനെ ഷോപ്പിൽ വന്നിട്ട് ഹെയർ റെഡിയാക്കുവാണ്. അപ്പോൾ ഇന്ന് ഡേ 2 അറ്റ് തിരുവനന്തപുരം. ചേച്ചി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, അപ്പോൾ അതെന്തുവാന്നൊക്കെ നോക്കാം. രാവിലെ എന്താ പരിപാടി? രാവിലെ ചപ്പാത്തി ചിക്കൻ കറി. അത് ഇതല്ലേ, ഇനി കറക്കത്തില്ല. ഇനിയിപ്പോ കറക്കി എന്റെ കൈയോടെ ഇരിക്കും. ബോള് പോലെ വരുത്തി. കൈ കൊണ്ടും ചെയ്യുവോ? അത്രേ ഉള്ളൂ. ഉച്ചക്കിലത്തേക്ക് വേണ്ടി ചേച്ചിയുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ് വെക്കുന്നത്. സവാളയും കൊച്ചുള്ളിയൊക്കെ വഴറ്റുക, ഇപ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ട്. കപ്പ ഇവിടെ വേവിക്കാനും വെച്ചിട്ടുണ്ട്. കപ്പ വേവിച്ച് റെഡിയാക്കി അരപ്പ് ഇട്ടു. മിക്സിങ്. എല്ലിവിടെ വെന്ത് റെഡിയായി. എല്ലും കപ്പയും മിക്സിങ്. അന്ന് വന്നപ്പോൾ ഇവിടുന്ന് ആത്തച്ചക്ക പറിച്ച. പുളിഞ്ചിക്ക ചെറുതായിട്ടുണ്ട്, വേണോ? വേണ്ട വേണ്ട, മാങ്ങ കൊണ്ടുപോവാ. കുഞ്ഞളമ്മച്ചിക്ക് വേണ്ടേ? കുഞ്ഞാളമ്മ വിളിച്ചു ചോദിച്ചാൽ പുളിഞ്ചിക്ക വേണം. ചേച്ചി മാങ്ങ പറിക്കാൻ വന്നേക്കുവാണ്. അത് അപ്പുറത്തെ വീട്ടിലോട്ട് വീഴുമല്ലോ. എന്നാലും മാവ് നിൽക്കുന്നത് ഇപ്പുറത്താണല്ലോ. അയ്യോ, എല്ലാം അപ്പുറത്ത് വീഴും. കാലേ വീണോ? നീറ്. കുറച്ചേ ഉള്ളൂ. എന്താ ചേച്ചി? ഇങ്ങനെയുണ്ടെന്ന് മതി ചേച്ചി. മതിയെന്ന് പറഞ്ഞ കേക്കണം. പോകച്ചെന്ന് പറഞ്ഞിട്ട് കിട്ടിയേ. ഓ, ഈ റോഡിലും ഉണ്ടല്ലേ.
എവിടാ വീണേ? എന്താ പറ്റി? ചേച്ചിയുടെ അല കേട്ടാണോ ബൈക്കേരെ വീടണ്ടേ? അത് മിക്കവാറും ബസ് വണ്ടി തിരിച്ചു വരുന്നോ ഓട്ടോ. മുമ്പത്തെ മാങ്ങ ചിതറി. ആ പൂ നല്ല രസമുണ്ട്. ചേച്ചി മതി. ചേട്ടാ ഈ പെണ്ണ് ഈ മാങ്ങയെല്ലാം പറിച്ചിട്ട് എന്താ ചെയ്യാന്? ഇങ്ങനെ മാങ്ങ പറിച്ചിട്ട് ഇത് ഉരുണ്ടു പോത്തില്ലേ? അന്നേരം എടുക്കാൻ പോകുന്നത് ഭയങ്കര അപകടമാ. ഒരു ബോധമില്ലാതാ വണ്ടിയെല്ലാം വരുന്നേ. ചേച്ചി പറക്ക്, എന്റെ ചേച്ചി പറക്ക്, എന്റെ ചേച്ചി പറക്ക്. ചേച്ചി ഒരു പറക്കിയ. എന്നെ നീറ് കടിക്കും. ഇന്ന് പറക്കിയില്ലെങ്കിൽ ചേച്ചി എന്നെ ഓടിക്കു വിടുന്നത്. ഇപ്പൊ തന്നെ കുമ്പളാമ്പേക്ക് പറഞ്ഞു വിടും അല്ലേ? ഇത് രണ്ട് സൈസ് മാങ്ങയാണോ? ആണോ?